കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരികൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചിട്ടുള്ള ഏകാദശി വിളക്ക് ആരംഭിക്കുകയാണ്. നവംബർ 1 തീയതിയാണ് ഏകാദശി വിളക്കിന്റെ ആരംഭം. ചരിത്രപ്രസിദ്ധമായ വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി എന്നറിയപ്പെടുന്ന ഗുരുവായൂർ ഏകാദശി ഡിസംബർ 1 തീയതിയാണ് ഈ വർഷം വരുന്നത്. അതോടനുബന്ധിച്ചിട്ടുള്ള ഏകാദശി വിളക്കാണ് നവംബർ 1 തീയതി ആരംഭിക്കുന്നത്. വിവിധ വ്യക്തികളും സംഘടനകളും ദേവസ്വം ബോർഡും ഒക്കെയാണ് ഏകാദശി വിളക്ക് ഓരോ ദിവസവും നടത്തുന്നത്. ഒരുപാട് നിലവിളക്കുകൾ തിരിതെളിച്ച് നിറപറയൊക്കെ ആയിട്ട് ഭഗവാന്റെ തിരുമുൻപിൽ ആ പന്തലിൽ നിരത്തി വയ്ക്കുകയാണ്. പ്രകാരമാണ് ഭഗവാന് ഏകാദശി വിളക്ക് സമർപ്പണം. ഇനി ഏകാദശിയോടനുബന്ധിച്ച് ഒരു പ്രധാനമായ അറിയിപ്പുണ്ട്. അതായത് ഡിസംബർ 1 തീയതിയാണല്ലോ ഗുരുവായൂർ ഏകാദശി വരുന്നത്. ആ ദിവസം ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ ഒരു പ്രധാന അറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ ദ്വാദശി ദിവസം, അതായത് ഡിസംബർ 2 തീയതി രാവിലെ 8 മണിക്ക് ശേഷം നെയ്വിളക്ക് ചീട്ടാക്കിയിട്ടുള്ള ദർശനം ഉണ്ടായിരിക്കുന്നതല്ല. ഒപ്പം ദ്വാദശി ദിവസം ഗുരുവായൂരപ്പ സന്നിധിയിൽ രാവിലെ 8 മണിക്ക് ശേഷം വിവാഹങ്ങളും ചോറൂണും ഉണ്ടായിരിക്കുന്നതല്ല. ഡിസംബർ 2 തീയതിയാണ് ദ്വാദശി. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് നടത്തുന്ന ചെമ്പൈ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് നവംബർ 16 തീയതിയാണ്. എന്നാൽ നവംബർ 17 തീയതി മുതൽക്കാണ് സംഗീത കച്ചേരി നടക്കുന്നത്. ഗുരുവായൂർ ഏകാദശി ദിവസമായ ഡിസംബർ 1 രാത്രി 10 മണി വരെ ചെമ്പൈ സംഗീത കച്ചേരി ഉണ്ടായിരിക്കുന്നതാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി സംഗീതജ്ഞരാണ് ഭഗവാന് സംഗീതാർച്ചനയ്ക്കായിട്ട് ചെമ്പൈ സംഗീതോത്സവത്തിൽ എത്തിച്ചേരുന്നത്. ഓരോ പ്രാവശ്യവും ഒരുപാട് ആൾക്കാരാണ് ഇതിലേക്കായിട്ട് ഗുരുവായൂരിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മുടെ ഗുരുവായൂർ ഏകാദശി ഡിസംബർ 1 ഏവരും ഓർക്കുക. ഏവർക്കും ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.